ഇന്നൊരു ഹോസ്പിറ്റൽ വിസിറ്റിൻ്റെ കഥയായിട്ടാട്ടോ. അതിന് 2 ദിവസമായിട്ട് ചുമ ഒട്ടും കുറവില്ല. മെഡിസിൻ കൊടുത്തിട്ടൊന്നും കുറയുന്നില്ല. അതുകൊണ്ട് തന്നെ കൃഷ്ണപുരത്തുള്ള ജെ ഹോസ്പിറ്റലിൽ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ഇവിടെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഡോക്ടറിനെ കണ്ടു. മെഡിസിനൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഈ ഹോസ്പിറ്റലിൻ്റെ തന്നെ മെഡിക്കൽ ഷോപ്പാട്ടോ ഇത്. അങ്ങനെ മെഡിസിൻസൊക്കെ വാങ്ങിയിട്ട് ഞാൻ നേരെ ഇറങ്ങി ചെല്ലുന്നത് ദേണ്ട് 2 എണ്ണം എന്നെ കാത്ത് സോഡാ സർബത്തൊക്കെ കുടിച്ച് വെയിറ്റ് ചെയ്തിട്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞാനും കുടിച്ചു വരണം. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ദേണ്ടേ കൃഷ്ണപുരം പാലസിൻ്റെ ഫ്രണ്ടിൽ കൂടെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലേക്കാട്ടോ. ഗ്രൗണ്ടിൽ ചെന്നപ്പോൾ മാനും ഇല്ല മനുഷ്യനും ഇല്ല, ആകെ പോസ്റ്റായിപ്പോയി. അവിടെ ഒരു കുട്ടി ഇതേ പട്ടമൊക്കെ സൈക്കിളിൽ കെട്ടിയിട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടപ്പോഴത്തേനും പഴയ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വന്നു. ന്യൂസ് പേപ്പർ വെച്ചൊക്കെ പട്ടം ഉണ്ടാക്കുന്നതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മയിൽ കൂടെ പോയി. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവന്. അങ്ങനെ നമ്മളിതേ 3 എണ്ണം കൂടി നടന്നു പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ആശയുടെ വീട്ടിലാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതൊന്നുമല്ല, പക്ഷെ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ് കേട്ടോ. അങ്ങനെ ദേണ്ടേ ആശയുടെ വീട്ടിൽ ചെന്നപ്പം അവളുടെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ സൈക്കിളൊക്കെ അതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദേണ്ട മീനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നു, കിണർ കാണിച്ചു കൊടുക്കുന്നു. പിന്നെ അവൾ ഇഷ്ടം പോലെ ചെടിയുണ്ട് കേട്ടോ. ഈ ചെടികൾക്കൊക്കെ പിന്നിലൊരു കഥയുണ്ട്, അത് ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നേരെ നമ്മൾ വീടിനകത്ത് കയറിയപ്പോൾ ഇഷ്ടം പോലെ ട്രോഫിയൊക്കെ ഇരിക്കുന്നു. ഇത് എങ്ങനെ കിട്ടിയെന്ന് ഒരു പിടുത്തവും ഇല്ല കേട്ടോ. അവൾ ഒരുപാട് ഇങ്ങനെ പുസ്തകം വായിക്കുന്ന ആളാണ്. അങ്ങനെ കുപ്പിവളയുടെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇതാട്ടോ ആശ, അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കുപ്പിവളയൊക്കെ കേട്ടോ. അങ്ങനെ അടുക്കളയിൽ ചെന്നപ്പോൾ ദേണ്ടേ നെല്ലിക്ക, ഡബിളോളിക്ക, മാങ്ങ, ഇത് എല്ലാം അച്ചാറും ഉപ്പിലും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഞങ്ങൾക്ക് തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് 2026 കലണ്ടറും പൊക്കിക്കൊണ്ട് ഞാനിങ്ങ് പോയിരുന്നു കേട്ടോ.